ഹലോ ഫ്രണ്ട്സ്, ഫാക്ടറി ടിവിയുടെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ആധുനിക യുഗത്തിൽ പണമിടപാടുകൾ നടത്തുന്നതിന് വേണ്ടി ഇന്ന് ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണല്ലോ UPI ആപ്പുകൾ. എന്നാൽ അവ ഈ അടുത്ത കാലത്ത് മാത്രമാണ് വ്യാപകമായിട്ട് ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയത്. അതിനു മുമ്പ് പണമിടപാടുകൾ കറൻസി രഹിതമായിട്ട് നടത്തുവാൻ ഉപയോഗിച്ചിരുന്നതും അതുപോലെ തന്നെ ഇന്നും വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നതുമാണ് EVM ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡുകൾ എന്ന് പറയുന്നത്. ATMിലും ഷോപ്പിലും ഒക്കെ EVM ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പണമിടപാടുകൾ നമ്മൾ നടത്തുന്നവരാണല്ലേ നമ്മളീ ഭൂരിഭാഗം ആളുകളും. എങ്കിലൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ EVM ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകൾ എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? അറിയില്ല അല്ലേ? എങ്കിൽ EVM ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകൾ എങ്ങനെയാണ് നിർമ്മിക്കുന്നതിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഇന്ന് നമ്മുടെ ഫാക്ടറി TV നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ? ബാങ്കുകൾക്ക് വേണ്ടി EVM ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകൾ നിർമ്മിക്കുന്നത് ബാങ്ക് ചുമതലപ്പെടുത്തുന്ന തേർഡ് പാർട്ടി കാർഡ് മാനുഫാക്ചേഴ്സ് ആണ്. ലോക പ്രശസ്ത ഫിനാൻഷ്യൽ സർവീസ് കോർപ്പറേഷനുകളായിട്ടുള്ള വിസ, മാസ്റ്റർ കാർഡ് എന്നിവയ്ക്ക് അത്തരത്തിലുള്ള തേർഡ് പാർട്ടി കാർഡ് മാനുഫാക്ചേഴ്സിന്റെ ഉദാഹരണങ്ങളാണ്. ഓക്കെ, ആദ്യകാലത്ത് മാഗ്നറ്റിക് സ്ട്രിപ്പുകളുള്ള ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകളായിരുന്നു പുറത്തിറങ്ങിയിരുന്നത്. എന്നാൽ ഇന്ന് പുറത്തിറങ്ങുന്ന ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകളിൽ മാഗ്നറ്റിക് സ്ട്രിപ്പിനൊപ്പം മൈക്രോ ചിപ്പുകളും ഘടിപ്പിച്ചിട്ടുണ്ട്. ഏത് സാഹചര്യത്തിലാണ് മൈക്രോ ചിപ്പുകൾ ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് തുടങ്ങിയതെന്ന് പറയാൻ കിട്ടും. ആദ്യകാല ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകളിൽ രഹസ്യ വിവരങ്ങൾ രേഖപ്പെടുത്തിയിരുന്നത് കാർഡിലെ മാഗ്നറ്റിക് സ്ട്രിപ്പിലായിരുന്നു. മാഗ്നറ്റിക് സ്ട്രിപ്പിൽ രേഖപ്പെടുത്തുന്ന വിവരങ്ങൾ സ്റ്റാറ്റിക് അഥവാ സ്ഥിരമായിരുന്നതിനാൽ കാർഡുകളുടെ വ്യാജ പതിപ്പുകൾ നിർമ്മിച്ച് തട്ടിപ്പ് വീരന്മാർ പണം കവരാനായിട്ട് തുടങ്ങി. ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമായിട്ടാണ് മൈക്രോ ചിപ്പുകൾ ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകളിൽ ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയത്. സത്യത്തിൽ ഒരു മൈക്രോ ചിപ്പ് സ്ക്രീനും കീബോർഡും ഒന്നുമില്ലാത്ത ഒരു മൈക്രോ കമ്പ്യൂട്ടർ തന്നെയാണ്. ബാങ്കുമായിട്ട് ഇടപാടുകൾ നടത്തുന്ന വേളയിൽ മാഗ്നറ്റിക് സ്ട്രിപ്പ് ഉപയോഗിച്ചിരുന്ന കാർഡുകൾ ഇപ്പോഴും കൈമാറിയിരുന്നത് ഒരേ കോഡ് ആയിരുന്നെങ്കിൽ മൈക്രോ ചിപ്പ് ഉപയോഗിക്കുന്ന കാർഡുകൾ ഓരോ ബാങ്ക് ഇടപാടുകൾക്കും വ്യത്യസ്തമായിട്ടുള്ള കോഡുകൾ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അത് ബാങ്ക് ഇടപാടുകൾ കൂടുതൽ സുരക്ഷിതമാക്കി മാറ്റി. രസകരമായിട്ടുള്ള ഒരു കാര്യം പറയട്ടെ, ചന്ദ്രനിലേക്ക് മനുഷ്യനെ അയച്ച കാലത്തെ കമ്പ്യൂട്ടറുകളേക്കാൾ ശേഷിയുള്ളതാണ് നമ്മുടെ കയ്യിലുള്ള ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകൾക്കുള്ളിലെ മൈക്രോ കമ്പ്യൂട്ടറുകൾ. ഇനി നമുക്ക് EVM ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകൾ കാർഡ് പ്രിന്റിംഗ് കമ്പനിയിൽ എങ്ങനെയാണ് നിർമ്മിക്കുന്ന കൂടി നോക്കാമല്ലേ. ആദ്യം ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള മൈക്രോ ചിപ്പുകൾ എങ്ങനെയാണ് നിർമ്മിക്കുക നമുക്ക് നോക്കാം. 200-ലധികം കിലോഗ്രാം ഭാരമുള്ള ഗ്ലാസ് സിലിണ്ടറാണ് മൈക്രോ ചിപ്പ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രധാന അസംസ്കൃത വസ്തു എന്ന് പറയുന്നത്. ആ ഗ്ലാസ് സിലിണ്ടറിന്റെ തീരെ കനം കുറഞ്ഞ ആയിരക്കണക്കിന് വേഫർ ഡിസ്കുകളായിട്ട് മുറിച്ചെടുക്കുന്നു. ഇങ്ങനെ മുറിച്ചെടുക്കുന്ന വേഫർ ഡിസ്കുകളിൽ പ്രത്യേകതരം സർക്യൂട്ട് എംബഡിംഗ് മെഷീന്റെ സഹായത്തോടെ മൈക്രോ സർക്യൂട്ടുകൾ ആലേഖനം ചെയ്യുന്നു. അതിനുശേഷം ഈ വേഫർ ഡിസ്കിന്റെ കനം ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകൾക്ക് യോജിക്കുന്ന വിധം വീണ്ടും കുറയ്ക്കുകയും ഒരു പ്രത്യേകതരം ലേസർ സോ ഉപയോഗിച്ച് മൈക്രോ ചിപ്പുകളെ നന്നായിട്ട് മുറിച്ചെടുക്കുകയും ചെയ്യുന്നു. മുറിച്ചെടുത്ത മൈക്രോ ചിപ്പുകളെ ഗോൾഡ് കോണ്ടാക്ട് പാഡുമായിട്ട് ഇലക്ട്രോണിക് വയർ ബോണ്ടിങ് ചെയ്ത് ഗോൾഡ് കോണ്ടാക്ട് പാഡുകൾക്കുള്ളിലായിട്ട് സീൽ ചെയ്യുന്നു. മൈക്രോ ചിപ്പുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഗോൾഡ് കോണ്ടാക്ട് പാഡുകൾ അതിന്റെ ഉള്ളിൽ മൈക്രോ ചിപ്പ് സീൽ ചെയ്യുന്നത്. ഇനി EVM ക്രെഡിറ്റ് ഡെബിറ്റ് PVC കാർഡുകൾ എങ്ങനെയാണ് നിർമ്മിക്കുക നമുക്ക് നോക്കാം. ആദ്യം EVM ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകളുടെ ഡിസൈൻ തയ്യാറാക്കുന്നു. ബാങ്കുകളുടെ നിർദ്ദേശപ്രകാരമാണ് EVM കാർഡുകൾ ഡിസൈൻ ചെയ്യുന്നത്. ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡുകളുടെ ആകൃതിയിലും വലിപ്പവും നിശ്ചിതമാണ്. 3.37 ഇഞ്ച് നീളവും 2.125 ഇഞ്ച് വീതിയുമാണ് കാർഡുകൾക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. കാർഡുകളുടെ ഡിസൈൻ തയ്യാറാക്കി അവയ്ക്ക് ബാങ്ക് അപ്രൂവൽ ലഭിച്ച ശേഷം കാർഡുകളുടെ നിർമ്മാണം ആരംഭിക്കുന്നു. EVM ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകൾ നിർമ്മിക്കുന്നതിനുള്ള കളർ നിർമ്മിക്കുക എന്നതാണ് ആദ്യം ചെയ്യുന്നത്. ബാങ്ക് അപ്രൂവൽ ലഭിച്ച കാർഡ് ഡിസൈനിന് അനുയോജ്യമായിട്ടുള്ള കളറുകൾ മിക്സ് ചെയ്ത് നിർമ്മിക്കുന്ന നിറക്കൂട്ടുകൾ പ്രിന്റിംഗ് മെഷീന്റെ ടാങ്കുകളിൽ നിറയ്ക്കുന്നു. അതിനുശേഷം പ്രിന്റിന്റെ ഫ്രീസറിൽ കാർഡുകൾ പ്രിന്റ് ചെയ്യാനുള്ള PVC പ്ലാസ്റ്റിക് ഷീറ്റുകൾ നിറയ്ക്കുന്നു. അതിനുശേഷം കാർഡിന്റെ പ്രിന്റിംഗ് ആരംഭിക്കുന്നു. ഒരു ദിവസം 70,000 കാർഡുകൾ പ്രിന്റ് ചെയ്യാൻ ശേഷിയുള്ള പ്രിന്റിംഗ് മെഷീനുകളാണ് അതിനായിട്ട് ഉപയോഗിക്കുന്നത്. ബാങ്ക് പറഞ്ഞ ബേസിക് ഡിസൈൻ പ്രിന്റ് ചെയ്യുന്നതിനൊപ്പം കാർഡ് പ്രിന്റിംഗ് കമ്പനികൾ ഡിസൈനിന്റെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന അവരുടേതായിട്ടുള്ള സെക്യൂരിറ്റി ഫീച്ചറിന്റെ ഭാഗമായിട്ടുള്ള ഡിസൈനുകളും കാർഡിൽ പ്രിന്റ് ചെയ്യാറുണ്ട്. കാർഡിന്റെ സുരക്ഷ ഉറപ്പുവരുത്തുവാനും അതുപോലെ ഒരു കാർഡ് മറ്റൊരാൾക്ക് നിർമ്മിച്ചെടുക്കാൻ സാധിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. PVC ഷീറ്റുകളിൽ കാർഡുകൾ പ്രിന്റ് ചെയ്തതിനു ശേഷം പ്രിന്റിംഗ് പൂർത്തിയായ ഷീറ്റുകളിൽ നിന്നും കുറച്ച് തെരഞ്ഞെടുത്ത് അവയുടെ ഡിസൈനിങ്, പ്രിന്റിംഗ് ഗുണമേന്മ ഉറപ്പാക്കുന്നതിനുള്ള പരിശോധനകളൊക്കെ നടത്തുന്നു. അതിനുശേഷം PVC ഷീറ്റുകളെ ഒരു അൾട്രാ വയലറ്റ് ചേംബറിൽ വെച്ച് പരിശോധിക്കുന്നു. കാർഡിൽ പ്രിന്റ് ചെയ്തിരിക്കുന്ന അൾട്രാ വയലറ്റ് സെൻസിറ്റീവ് സീക്രട്ട് പാറ്റേണുകളാണ് അവിടെ വെച്ച് പരിശോധിക്കപ്പെടുന്നത്.
അതിനുശേഷം PVC ഷീറ്റുകളിൽ പ്രിന്റ് ചെയ്ത കാർഡുകൾ ഓരോന്നായിട്ട് മുറിച്ചെടുക്കുന്നു. അതോടെ ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡിന് ആവശ്യമായിട്ടുള്ള PVC കാർഡ് തയ്യാറാകുന്നു. അടുത്തതായിട്ട് തയ്യാറായ PVC കാർഡുകളിൽ രഹസ്യ വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന മാഗ്നറ്റിക് സ്ട്രിപ്പ് ഒട്ടിക്കുന്നു. അടുത്തതായിട്ട് ഓരോ കാർഡുകളിലും EVM മൈക്രോ ചിപ്പുകൾ ഉറപ്പിക്കുന്നു. ഏറ്റവും ഒടുവിൽ കാർഡിന്റെ ആധികാരികത ഉറപ്പാക്കാൻ സഹായിക്കുന്ന കാർഡ് നിർമ്മാണ ഏജൻസിയുടെ ഹോളോഗ്രാം സ്റ്റിക്കർ കാർഡിൽ ഒട്ടിക്കുന്നു. അതിനുശേഷം നിർമ്മാണം പൂർത്തിയാകുന്ന EVM ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകൾ ഗുണമേന്മയും ബലവും ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള പല വിധത്തിലുള്ള ടെസ്റ്റുകൾക്ക് വിധേയമാക്കുന്നു. വിവിധ തരത്തിലുള്ള മർദ്ദവും ബലവും കാർഡിൽ പ്രയോഗിക്കുന്ന ഫിസിക്കൽ റെസിസ്റ്റന്റ് ടെസ്റ്റ് അവയിലൊന്നാണ്. ടെസ്റ്റ് പാസ്സാകുന്ന കാർഡുകൾ കാർഡ് നിർമ്മാണ കമ്പനികൾ തങ്ങളുടെ പക്കൽ സൂക്ഷിക്കുന്നു. ബാങ്കിൽ നിന്നും ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകൾക്ക് വേണ്ടി അപേക്ഷിച്ച വ്യക്തികളുടെ വിവരം കൈമാറുമ്പോൾ അവ കാർഡിൽ രേഖപ്പെടുത്തി കാർഡ് ഉപഭോക്താവിന്റെ പേര്, കാർഡ് നമ്പർ, കാർഡ് വാലിഡിറ്റി, CVV നമ്പർ എന്നിവ പ്രിന്റ് ചെയ്ത് ബാങ്കിലേക്ക് ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ് അയക്കുന്നു. ഇപ്പോൾ എങ്ങനെയാണ് ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകൾ നിർമ്മിക്കപ്പെടുന്നത് എന്നും അവ എങ്ങനെയാണ് നമ്മുടെ കൈകളിൽ എത്തുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ അല്ലേ? അപ്പോൾ എന്തായാലും നിങ്ങൾ ഏത് ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡാണ് ഉപയോഗിക്കുന്നതെന്ന് കമന്റ് ചെയ്യാനായിട്ട് എന്തായാലും മറക്കല്ലട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ മറക്കാതെ എഴുതി അറിയിക്കുക. ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ മറ്റൊരു വിജ്ഞാനപ്രദമായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺ ഫാക്ടറി TV ഫോർ ദി വണ്ടർഫുൾ ഫാക്ടറി മേക്കിംഗ് വീഡിയോസ്.